നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വാർഡിലെ 4.5 വർഷത്തെ വികസന മികവ് ചൂണ്ടിക്കാണിച്ച് 34-ാം വാർഡ് കൗൺസിലർ സജിത്ത്. ലഭിച്ച തുകയിൽ നിരവധി ജനോപകാര വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ നടത്താൻ സാധിച്ചതായി 34-ാം വാർഡ് കൗൺസിലർ സജിത്ത്. വാർഡിലെ വിവിധ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാൻ ഈ 4.5 വർഷക്കാലയളവിൽ സാധിച്ചതായി കൗൺസിലർ സജിത്ത് പറഞ്ഞു. ഈ 5 കൊല്ലമായിട്ട് വാർഡിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. നിലവിൽ ലഭിച്ച ഫണ്ടും വകയിരുത്തിയ തുകയും പരമാവധി വാർഡിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പരാമർശിക്കാം. 14 റോഡുകൾ നമ്മുടെ വാർഡിൽ നവീകരിച്ചു. അതിൽ കോൺക്രീറ്റ്, റീടാറിങ്, പുതിയ റോഡുകളുടെ നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലേക്ക് 2-3 പ്രദേശങ്ങളിലേക്ക് വഴികൾ തന്നെ ഇടുങ്ങിയ വഴികളായിരുന്നു. ആ വഴികളെല്ലാം വീതി കൂട്ടി അവർക്ക് വാഹന സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി. വാർഡിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഒരു മീറ്റിംഗ് ഹാൾ നിർമ്മിക്കാനും അംഗൻവാടികളിൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകാനും സാധിച്ചതായും വാർഡിലെ എല്ലാ ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കാനും കഴിഞ്ഞതായും കൗൺസിലർ സജിത്ത് പറഞ്ഞു. അതുപോലെ തന്നെ 101-ാം നമ്പർ വായനശാല അംഗനവാടി കെട്ടിടത്തിന് മുകളിൽ പുതിയൊരു മീറ്റിംഗ് ഹാൾ നിർമ്മിക്കാൻ സാധിച്ചു. 2 അംഗനവാടികളിലേക്കും കളി ഉപകരണങ്ങൾ നൽകാൻ സാധിച്ചു. അമൃത് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി 130 വീടുകളിലേക്ക് സൗജന്യ കുടിവെള്ള കണക്ഷനുകൾ നൽകി 1500 മീറ്റർ പുതിയ പൈപ്പ് ലൈൻ ദീർഘിപ്പിച്ചു. ഭൂഗർഭജല വകുപ്പിൽ നിന്നും ഫണ്ട് വകയിരുത്തി SC കുടിവെള്ള പദ്ധതിക്ക് പുതിയ കുഴൽക്കിണർ മോട്ടോർ സ്ഥാപിക്കുകയും 3 ഫേസ് കണക്ഷൻ പുതുതായിട്ട് എടുക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ സൗജന്യ പാചകവാതക കണക്ഷൻ നൽകാനും 14ഓളം പേർക്ക് PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകാനും സാധിച്ചതായി കൗൺസിലർ പറഞ്ഞു. 28 പേർക്ക് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. അതോടൊപ്പം തന്നെ വാർഡിലെ 14 ഗുണഭോക്താക്കളെ കണ്ടെത്തി 5ാമത്തെ DPR ഒറ്റപ്പാല നഗരസഭ തയ്യാറാക്കിയ PMAY 5ാമത്തെ DPRൽ 14ഓളം പേർക്ക് വീടുകൾ നൽകാൻ സാധിച്ചു. ഒരു SC ഗുണഭോക്താവിന് 5 സെന്റ് സ്ഥലവും ഒരു വീടും പാസാക്കി. തെരുവ് വിളക്കുകളുടെ പ്രശ്നം പരിഹരിക്കാനും ചുരുങ്ങിയ ഫണ്ടിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും കൗൺസിലർ സജിത്ത് പറഞ്ഞു. അതോടൊപ്പം തന്നെ വാർഡിൽ ഏകദേശം 20 പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. പുതുതായിട്ട് 15 സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി പദ്ധതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടർന്നു പോകുന്ന ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണെങ്കിലും ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഇതുപോലുള്ള പല വികസന പ്രവർത്തനങ്ങളും ഈ 5 വർഷത്തിനിടയിൽ എനിക്ക് നടത്താൻ സാധിച്ചു. അതിനെ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നവരും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വാർഡിലെ സ്നേഹം നിറഞ്ഞ എൻ്റെ നാട്ടുകാരുമാണ്. അവരുടെ ഒരു പ്രചോദനവും പിൻബലവും കാരണമാണ് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ എനിക്ക് വാർഡിൽ നടത്തുവാൻ സാധിച്ചത്.